നമ്മുടെ കേരളത്തിലെ റോഡുകളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പം നിങ്ങളുടെ ആ റോഡുകളെയൊക്കെ പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൾക്കാരൊക്കെ ചോദിച്ചു നോക്കാം അവരുടെ റോഡ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ കുഴികളൊക്കെ ഉണ്ടോ, ഇപ്പോൾ എന്താണ് മാറ്റം വന്നേക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളെന്താണ് നിങ്ങളുടെ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കേരളത്തിലെ റോഡുകളെ പറ്റി എന്താണ് അഭിപ്രായം? റോഡുകൾ തനിയും പോക്കാം, മോശമാണ്. വായം വെക്കണം നാട്ടില് റോഡില്. എന്താണ് അങ്ങനെ പറയുന്നത്? കുണ്ടും കുഴിയും അതെന്തുകൊണ്ടായിരിക്കും ഇവര് മാറ്റാത്തത്? എന്താ മാറ്റാത്ത ഗവൺമെന്റ് കാര്യമല്ലേ, അത് അവര് നോക്കണ്ടല്ലേ. ഒരു പൊതുജനം എന്നുള്ള ഒരു രീതിയിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിന് സോൾവ് ആക്കാൻ പറ്റുക? ഐ മീൻ ഞാനെന്താ അതിന് സോൾവ് ആക്കാം? എനിക്ക് അതിനെ പറ്റി ഒന്നും സോൾവ് ആക്കാൻ പറ്റില്ല. അത് അവര് ഗവൺമെന്റ് ചെയ്യേണ്ട സാധനം. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് നിസ്സഹായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് കണ്ണുകൊണ്ട് കാണുകയെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. റോഡിനെ പറ്റി ഇപ്പൊ ഇവിടെ ഈ മെയിൻ റോഡ് അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പൊക്കെ റോഡ് വളരെ മോശമായിരുന്നു. ഇപ്പൊ ഈ ഇലക്ഷൻ പ്രമാണിച്ച് ഒന്ന് മിനുക്കുണി ചെയ്തിട്ടുണ്ട്. അതും ചെയ്തത് വളരെ മോശമാണ്. കാരണം വണ്ടി ഓടിച്ചിട്ട് പോകാൻ പറ്റില്ല. ഈ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോ സാധാരണ എങ്ങനെയാ കട്ട റോഡിൽ കൂടെ പോകണം എന്ന ഫീലാണ് റോഡ് നന്നാക്കിയിട്ടും വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഈ അടുത്തായിട്ടുള്ള റോഡൊക്കെ നന്നാക്കി അതിന് മുമ്പ് നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വലിയ വണ്ടി വർക്ക്ഷോപ്പിൽ കയറേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു കുഴി ചാടിയിട്ട്? ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ വണ്ടീനെ 2 പ്രാവശ്യം ഞാൻ എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഫ്രണ്ട് പണിയുമ്പോൾ 2500 രൂപ 3000 രൂപ അടുത്ത് വരും. അങ്ങനെ 2 പ്രാവശ്യം ഈ റിപ്പോർട്ടർ ടിവിയുടെ ചാനലിൻ്റെ അതിൽ പോയും ഈ ഗെയിൽ റോഡിൽ കൂടെ പോയും ഈ വണ്ടി നല്ല രീതിയിൽ മെക്കാനിക്ക് വന്നിട്ടുണ്ട്. വളരെ മോശം. ഈ മഴ പെയ്യുമ്പോൾ പറ്റുന്ന റോഡല്ല ഇവിടെ നിർമ്മിച്ചേക്കണത്. ഇവിടുത്തെ റോഡ് മുഴുവൻ കുണ്ടം കൂടിയാണ്. ഇതിനൊരു ടാക്സിന് ഒരു കുറവുമില്ല. ഉപഭോക്താക്കളിൽ നിന്ന് പൈസ വാങ്ങി പിടുങ്ങുക എന്നല്ലാതെ ഒരു സുരക്ഷയോ ജീവന് പോലും രക്ഷയില്ല. ഇത് അങ്ങേയറ്റം ഖേദകരമാണ്. ഒരുപാട് പേര് ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ട്. ഇത് ഇത്ര ഇങ്ങനെ ഉണ്ടായിട്ട് എന്തുകൊണ്ടായിരിക്കും ഗവൺമെന്റ് ഇതിനൊരു മാറ്റം വരുത്താത്തത്? ഗവൺമെന്റ് ഇറങ്ങാപ്പാറ നയമാണ് എല്ലാ കാര്യത്തിലും എടുക്കുന്നത്. നല്ലൊരു മിനിസ്റ്റർ ഇല്ലാന്ന് വേണം പറയാൻ. നേതൃത്വം കൊടുക്കുന്ന ആള് ക്ലീൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെയുള്ളവർ മുഴുവൻ വളരെ മോശം. ഒരു എബിലിറ്റി ഇല്ല, വിദ്യാഭ്യാസം ഇല്ല, അതേപോലെ തന്നെ ഒരു കൾച്ചറും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. റോഡും ഒട്ടും വളരെ മോശമാണ്. റോഡ് നന്നാക്കിയിട്ട് കാര്യമില്ല. വാഹനങ്ങളുടെ ബാഹുല്യം, റോഡ് പെട്ടെന്ന് ചീത്തയാകുന്നു. ഇവരുടെ നിർമ്മാണം വളരെ മോശമാണ്. അതിനുള്ള സാങ്കേതിക വിദ്യ പഠിച്ചു നടപ്പാക്കാൻ മിനിസ്ട്രിക്കോ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നില്ല. ഇത് വലിയ പരാജയം തന്നെയാണ്. ഓക്കെ, താങ്ക് യു. മാക്സിമം വണ്ടി ഓടിക്കാതിരിക്കുക, ബസ്സിൽ പോവുക, അപകടം അവിടെ പറ്റാതറിയില്ല. പിന്നെ അത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡുകളെ കുറിച്ച് പറയാൻ ഞാൻ ആരുമില്ല. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് മനുഷ്യനാണ്. അങ്ങനെ വണ്ടി വിളിച്ച് പോകണമെങ്കിൽ 10-15 രൂപ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാറിൽ പോകണ അത്ര ഡിസ്റ്റൻസ് പോകാൻ പറ്റും. അങ്ങനെ കാറിലും ഭയങ്കരമായിട്ട് കുഴിയൊക്കെ ഓരോ സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ നമ്മൾ ഈ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര സഫർ ചെയ്ത് ഇവിടെ ജീവിക്കുന്നത്? നമ്മൾ ഈ തൃശ്ശൂരും ടൗണുകളിൽ മാത്രം പോകുമ്പോഴാണ്. മൂന്നാർക്ക് പോയി നോക്കി കഴിഞ്ഞാൽ കുഴികളില്ല, ഇടുക്കിയിൽ പോയി നോക്കി കഴിഞ്ഞാൽ കുഴികളില്ല. അപ്പോ വിഷയം വെച്ച് കഴിഞ്ഞാല് നടത്താൻ പറ്റായികയല്ല കേരളത്തില്, പക്ഷെ നടത്തുന്നില്ല എന്നുള്ളതാണ്. നടന്നാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മാക്സിമം ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ പോവാ, ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ പോവാ, എന്നിട്ട് ആൾക്കാരെ പരിചയപ്പെടും. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഇന്നലെയാണ് ആദ്യമായിട്ട് എറണാകുളത്ത് വരുന്നത്. ഇന്ന് എനിക്ക് 40-50 ആൾക്കാരെ ഫോൺ നമ്പർ എൻ്റെ കോൺടാക്റ്റിൽ എറണാകുളം എന്ന് സേവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അപ്പോൾ അത്രത്തെ ആൾക്കാരെ കണക്ഷൻ കിട്ടി, അത്രത്തോളം ആൾക്കാരെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കാൻ പറ്റും. എനിക്കത് കിട്ടിയത് ബൈക്കിലോ ട്രാവൽ ചെയ്തിട്ടല്ല, ലോക്കൽ ട്രാൻസ്പോർട്ടാണ്. അല്ല, എന്നാലും നമ്മൾ റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ജനങ്ങളുടെ എന്തായിരിക്കും? ഈ ഒരു ഇങ്ങനെ കുഴികളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ ഇത്ര സഫർ ചെയ്യേണ്ടത്? അതിന്റെ ആവശ്യമില്ല. നമ്മൾ എന്തിനു സഫർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മാറേണ്ടിയിരിക്കുന്നു. പൊളിറ്റിക്കലി ഇതിലൂടെ യൂത്ത് വരേണ്ടിയിരിക്കുന്നു. യൂത്തുകൾ കാണുന്ന കാഴ്ചപ്പാടും എപ്പോഴും മാറ്റങ്ങൾ വരണം എന്ന് ഒരു വാക്യമായി പറയാതെ വരുത്തിക്കൊണ്ടിരിക്കുക. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസാണ് ആവശ്യം, അല്ലാതെ എന്തൊക്കെയോ ചെയ്ത് ട്രസ്റ്റ് എടുക്കുന്ന പൊളിറ്റീഷ്യൻസിനല്ല. അപ്പോൾ റോഡൊക്കെ ശരിയാവും. റോഡ് മഴ ആയതിന് ശേഷം കുറച്ച് മോശമാണ്. എല്ലാവർക്കും നല്ല റോഡുകളായിരുന്നു. മഴ വന്നതിന് ശേഷം കുറച്ച് മോശമുള്ളൂ. എന്നാലും ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് റോഡുകളൊന്നും കെയർ ചെയ്യാത്ത പോലെ തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ ആക്സിഡന്റ് വന്നിട്ടും റോഡ് നന്നായിട്ടിരിക്കണമെന്ന് ഒരു സർക്കാരിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനല്ല നോക്കാൻ. അത് PWD ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ മഴ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് കുറച്ച്. ഇപ്പോൾ വർക്ക് നടക്കാൻ സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇലക്ഷനൊക്കെ അല്ല വരുന്നത്. ഇപ്പോൾ എന്തായാലും സർക്കാർ മുന്നോട്ട് നോക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം മഴ നിന്നാലേ ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമില്ല ഈ റോഡിനുള്ള കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ. ഒരുപാട് വണ്ടികൾ കേടാവുന്നു, ആ ഒരു കാര്യത്തിൽ ഒരുപാട് ആക്സിഡന്റ് ആവുന്നു. പക്ഷെ ഗവൺമെന്റ് അതിന് കൃത്യമായിട്ടൊരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ?
അങ്ങനെ തോന്നിയിട്ടില്ല ഒരുപാട് റോഡുകൾ നന്നാക്കുന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇപ്പം ഇവ വരുന്നില്ല, ഒക്കെ സർക്കാരിൻ്റെ സപ്പോർട്ട് കൊണ്ടാണല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങളല്ല അതിലുണ്ടാവുമല്ലോ, മാറ്റങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല. എന്നാലും നന്നാക്കുന്നുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. മാറ്റങ്ങൾ കൊണ്ടുപോയി ഇപ്പോഴത്തെ മന്ത്രി അതിനുവേണ്ടി ഒരുപാട് പ്രതികരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഇപ്പോഴൊക്കെ ഇവിടെ റോഡുകളൊന്നും കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷെ നമ്മുടെ ഈ ആലുവ നിയോജക മണ്ഡലത്തിലെ റോഡൊക്കെ വളരെ മോശമായിരുന്നു. ഇപ്പൊ ഈ അടുത്ത ദിവസമാണ് കുറെ ഓട്ടോയൊക്കെ അടച്ച് ഇലക്ഷൻ വന്നതുകൊണ്ട് നന്നാക്കിയതാണ്. അതങ്ങനെയാണ് തോന്നുന്നത്. കാരണം വളരെ മോശമായിരുന്നു. ഈ മണലിമുക്കുന്ന ആലുവ വരെ വളരെ പ്രയാസമായിരുന്നു വണ്ടി പോകാനും ഇതൊക്കെ. ഇപ്പൊ ഇലക്ഷനോട് സംബന്ധിച്ച് എല്ലാം അടിപൊളിയാക്കി, കുറച്ചൊക്കെ ഒന്നിങ്ങനെ ചെത്തിമിനിക്ക് ശരിയാക്കിയിട്ടുണ്ടെന്ന് മാത്രം. റോഡ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നല്ല ഇതില് പണിതിട്ടൊക്കെ ഉണ്ട്. നേരത്തെ എങ്ങനെയാണ്? നേരത്തെ ഇതായിരുന്നു, നേരത്തെ ഈ ഇലക്ഷൻ സംബന്ധിച്ച് പെട്ടെന്ന് ശരിയാക്കിയതായിട്ട് ശരിയാക്കിയതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഇബ്രാഹിമിനുള്ളപ്പോ ചെയ്ത റോഡാണ്. ഇതൊരു കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല. അല്ലെങ്കിൽ ടാറ്റ റോഡാണെങ്കിൽ ഇപ്പൊ പണ്ടേ ഇതായേനെ. ഈ നമ്മുടെ ഇവിടുത്തെ ഒരു കുഴികൾ സാധനങ്ങളൊക്കെ ഇപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ നിങ്ങൾക്ക് വണ്ടികൾക്കൊക്കെ? ഇപ്പൊ കുറച്ച് നാൾക്ക് മുമ്പ് ഈ ഇപ്പുറത്തേക്കുള്ള റോഡുകൾക്ക് ഭയങ്കര മോശമായി കിടക്കുകയാണ്. ഇപ്പൊ നന്നാക്കിയിട്ടുണ്ട്. അത് പോയത് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, പുതിയ ടാറിങ്ങാണ്. പെട്ടെന്ന് പോകുന്നുണ്ട്. ടാറിങ് പെട്ടെന്ന് പോകുമ്പോ അതങ്ങനെ ആ ടാറിങ് ഇങ്ങനെ തന്നെ ഇരിക്കണം. റോഡ് ഓടുമ്പോ തന്നെ നിങ്ങൾ വേറെ ജസ്റ്റ് പോയി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. റോഡുകൾ ഇവിടെ ഹൈവേ വലിയ വണ്ടിയൊക്കെ കുറഞ്ഞ റോഡൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉള്ളിലെ റോഡൊക്കെ മോശമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഓട്ടോറിക്ഷ ഓടിക്കുന്നതുകൊണ്ട് റോഡുകളിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഐ മീൻ കട്ടറി ചാടി, കുഴി ചാടി എല്ലാം ഉണ്ടായിട്ടുണ്ട്. കംപ്ലൈന്റ് അല്ലേ കംപ്ലൈന്റ് ആണ് മൊത്തത്തില്. ഇപ്പൊ ഇലക്ഷൻ പ്രമാണിച്ച് അങ്ങനെയല്ല, മറ്റേ വലിയ വണ്ടിയൊക്കെ ഓടുന്നോടത്ത് കുഴപ്പമൊന്നുമില്ല. ചെറിയ വണ്ടി ഉള്ളിലൊക്കെ ഏരിയയിലുള്ളത് റോഡൊക്കെ മോശമാണ്. ഇവിടെ മോശമാണ് ഇപ്പോഴും. ഇപ്പൊ ഇലക്ഷൻ സംബന്ധിച്ച് ഒരുപാട് നന്നാക്കിയിട്ടുണ്ട്. പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. പാച്ച് മാത്രമേ പെർമനന്റ് നന്നാവൂല. നിന്റെ അഭിപ്രായം പറഞ്ഞാൽ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു. എൻ്റെ അഭിപ്രായം കുറച്ചൊക്കെ നല്ല റോഡ്, ബാക്കിയൊക്കെ ആഴ്ച കിട്ടി വീണ റോഡ്, അത്രേ ഉള്ളൂ. എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും? പിന്നെ ഇന്നും കൂടി ഉണ്ടായില്ല അനുഭവം ഈ വളവില്. ഇതിപ്പോ ഇലക്ഷൻ സംബന്ധിച്ച് ഒരുപാട് നന്നാക്കിയിട്ടുണ്ട്. ഈ റോഡ് നന്നാക്കിയത് അന്ന് ഇബ്രാഹിം കുഞ്ഞ് വന്നപ്പോൾ നല്ല രീതിയിൽ ചെയ്തതാണ്. അതുകൊണ്ട് ഈ റോഡിന് വലിയ കുഴപ്പമൊന്നുമില്ല ഇതുവരെയായിട്ടും. പിന്നെ ഇതിന്റെ ചെറിയ രീതിയിലുള്ള കട്ടിങ് വെട്ടിങ് ഒക്കെ ഉണ്ട് ആ വളവില്, അതിന്റെ മേളിലെ വളവില്. അവിടെയൊക്കെ ഈ ടൂ വീലർ വന്ന് സ്പ്രെഡായി മറിയാറുണ്ട്. ഞാനല്ല വീണ, ഇന്നലെ ഒരാള് ഇങ്ങനെ ആക്സിഡന്റ് ആയതാണ് അവിടെ. ഇത് ഈ തൊട്ട് മേളിൽ ഈ വളവില് കുഴി കാരണം ഒരുപാട് പേര് ആക്സിഡന്റ് ഈ ഡീസലൊക്കെ വണ്ടിയിൽ വീഴുമ്പോ വണ്ടി ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഈ റോഡുകളുടെ ആയുസ് എന്തൊരു ദിവസം ഉണ്ടാവും നിങ്ങളുടെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു നിഗമനം വെച്ചിട്ട്? ഈ റോഡ് കാലകാലം ഇങ്ങനെ കിടന്നോളും. ഇപ്പൊ ചെയ്തേക്കുന്ന റോഡ് കട്ടല്ല, ഇത് കോൺക്രീറ്റ് റോഡാണ്. ഇത് ഇങ്ങനെ തന്നെ കിടന്നോളൂ, ഒരു മാറ്റവും സംഭവിക്കില്ല. പക്ഷേ ഈ പുതിയതായിട്ട് ചെയ്ത റോഡുകളിലൊക്കെ ഐസ് ഇല്ല. ഏകദേശം ഒരു മഴ വരുമ്പോഴേക്കും തീരുമാനമാവും. ഒരു മഴ കൊണ്ട് തീരുമാനം.